അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായിട്ടുള്ള റജബ് മാസം അവസാനിച്ച് ഇന്ന് മഗ്‌രിബിയോടുകൂടെ മാസം കണ്ടിട്ടുണ്ടെങ്കിൽ ശഅബാനാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. റജബിലെ ഓരോ രാത്രികളും നമ്മൾ അമല് കൊണ്ട് ധന്യമാക്കിയത് റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കട്ടെ. അപ്പോൾ ഇനിയുള്ള ഈ ഒരു ശഅബാൻ മാസത്തിൽ നമുക്ക് അനുകൂലമാകുന്ന രീതിയിലുള്ള അമലുകൾ ചെയ്യാനും 5 വക്ത് നിസ്കാരം ഖളാ ആകാതെ നിസ്കരിക്കാനും റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അസ്മാഉൽ ഹുസ്നയിലെ തന്നെ ഏറ്റവും ശക്തിയേറിയിട്ടുള്ള ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ്. ഇൻഷാ അള്ളാഹ് ഇതൊരു നിശ്ചിത കണക്ക് പ്രകാരം നമുക്ക് ഏതൊരു സമയത്തും ഏതൊരു സാഹചര്യത്തിലും ചൊല്ലാൻ പറ്റുന്ന ഒരു ഇസ്മാണ്. നമ്മുടെ ചെറുതും വലുതും പ്രയാസമുള്ളതും ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരത്താണി തന്നെയാണ് ഈ ഒരു ഇസ്മെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി അതിന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടാകും. ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ബന്ധങ്ങളിലുള്ള വിള്ളലുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഏത് തരത്തിലുള്ള നമ്മൾ അലട്ടുന്ന പ്രശ്നങ്ങളാണെങ്കിലും ആ അലട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താനും ഈ ഒരു ഇസ്മ മതി. അപ്പോൾ എല്ലാത്തിനും പറ്റുന്ന ഈ ഒരു ഇസ്മിനെ ഈ പരിശുദ്ധ ശഅബാൻ മാസത്തിൽ നിങ്ങൾ ചൊല്ലിയിട്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കൂലേ. അപ്പോൾ എല്ലാവരും ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ റബ്ബ് സുബ്ഹാനഹു തആല സാധിപ്പിച്ചു തരട്ടെ ഇൻഷാ അള്ളാഹ്. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ആ ഒരു മഹത്തായിട്ടുള്ള അമല് പറയുന്നതിന് മുമ്പ് ഇത്തരം അമലുകൾ എത്തിച്ചു കൊടുക്കണം എന്ന് തോന്നുന്നവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ കഴിയുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക കൂടെ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം ഇൻഷാ അള്ളാഹ്. അപ്പോൾ ഇനി നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. പരിശുദ്ധ റജബ് മാസത്തിൽ ഓരോ അമലുകളും ചെയ്ത് ഒരുപാട് ആളുകൾക്ക് അനുഗ്രഹമായിട്ടുള്ള ആ ഒരു പോസിറ്റീവ് കമൻറ്റുകൾ ഓരോന്നും കാണുമ്പോൾ മനസ്സിൽ വല്ലാത്ത സന്തോഷമുണ്ടാകാറുണ്ട്. അപ്പോൾ ഇനിയുള്ള മാസങ്ങളിലും നമ്മളുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാട്ടില്ലേ. അതേപോലെ തന്നെ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് ശ്രമിക്കുക ഇൻഷാ അള്ളാഹ്. അപ്പോൾ 500 തവണയാണ് നമ്മൾ ഈ പറയുന്ന ഇസ്മിനെ നമ്മൾ ചൊല്ലേണ്ടത്. 500 തവണ. ഇത് ഏതൊരു സമയത്തും ഏതൊരു സാഹചര്യത്തിലും നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു അമലാണ്. ശുദ്ധിയുള്ളവർക്കും ശുദ്ധി ഇല്ലാത്തവർക്കും ചൊല്ലാൻ പറ്റുന്ന ഒരു അമലാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, നമ്മൾ ഇത്തരം അമലുകൾ ചെയ്യുമ്പോൾ ശുദ്ധിയുള്ളവർ വുളു എടുക്കാതെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കരുത്. വുളു എടുത്ത് തന്നെ ചെയ്യാം. ഇനിയിപ്പോൾ ശുദ്ധി ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെ ചൊല്ലുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചൊല്ലേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും ഹൈറായിട്ടുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള ഇസ്മ യാ ഖാഫിലു യാ അള്ളാഹ് എന്നുള്ള അള്ളാഹുവിൻ്റെ ഇസ്മ. ഈ ഇസ്മിനെ നമ്മൾ 500 തവണ നിയ്യത്ത് വെച്ചിട്ട് മനസ്സാന്നിധ്യത്തോടുകൂടെ നമ്മളത് ചൊല്ലി തുടങ്ങാം. ഒരു ദിവസം കൊണ്ട് ചൊല്ലി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഹൈറ് ഇൻഷാ അള്ളാഹ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ആവശ്യത്തെ മുൻനിർത്തിയിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. റബ്ബ് സുബ്ഹാനഹു തആലയിൽ നിന്ന് നമ്മളുടെ ഇടങ്ങേറുകളെ നീക്കി കിട്ടാൻ ദുആ ചെയ്യാം. അവൻ്റെ അപാരമായിട്ടുള്ള ശക്തി കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ റബ്ബ് സുബ്ഹാനഹു തആല സാധിപ്പിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്.